Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി ബെഗ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. പല ആളുകളും വിളിച്ച് പറയുന്ന ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. സോ അങ്ങനെ കംപ്ലൈന്റ് നേരിടുന്ന എല്ലാ ആളുകൾക്കുമുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നോക്കാം എങ്ങനെയാണ് ഇങ്ങനെ ഓവറായിട്ട് ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി ബെഗ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബെഗ് ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പ് കുറെ കൂടി ബെറ്റർ ടേംസിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. എന്താണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ളത് കൃത്യമായി പറയുകയാണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ടീം. എനിവേസ്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഓവർ ബെഗ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് യാചിച്ചത് കൊണ്ട് ആ റിലേഷൻഷിപ്പ് ബെറ്റർ ടേംസിൽ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ബെഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നിങ്ങളോടുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ള ഒരു തോന്നൽ അവരിൽ തീരെ ഇല്ലാതാവും, അല്ലെങ്കിൽ ആ ഒരു ചിന്ത പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്ഥിരമായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരെ ശ്വാസം വിടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ നിങ്ങൾ ഓവർ ബെഗ് ചെയ്തുകൊണ്ട് നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഇമോഷണലി ഡൗൺ ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അതായതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഓവർ ബെഗ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ആരും യാചന നടത്തില്ല ഒരാളുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി. പക്ഷേ നിങ്ങൾ ഇങ്ങനെ സ്ഥിരമായി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയി ബെഗ് ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ ഉണ്ടാകുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് യു ഹാവ് സെൽഫ് റെസ്പെക്ട്. നിങ്ങൾക്ക് ഈ സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലേ, അല്ലെങ്കിൽ എത്ര തവണയായി റിജക്ട് ചെയ്യുന്നു, വേണ്ട, അല്ലെങ്കിൽ ഇതിനി കണ്ടിന്യൂ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഒരു ഹോപ്പ് വെക്കണ്ട, അല്ലെങ്കിൽ ഇനി എന്നെ വിളിക്കണ്ട, മെസ്സേജ് അയക്കണ്ട, എന്നെ കുറിച്ച് അന്വേഷിക്കണ്ട, ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ് ആയി നിങ്ങളോട് ക്ലിയർ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും ബെഗ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു തോട്ട് നിങ്ങൾക്ക് എന്താ സെൽഫ് റെസ്പെക്ട് ഇല്ലേ, ഒരേ കാര്യം എത്ര തവണ പറയണം എന്ന രീതിയിൽ ഒരു തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നിങ്ങൾ അവരെ കണ്ടിന്യൂസ് ആയി ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരു ഹെഡ് ഏക്ക് അല്ലെങ്കിൽ ഒരു ത്രെട്ടനായിട്ടാണ് ഫീൽ ചെയ്യുക. എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ല, വീണ്ടും വീണ്ടും തലവേദനയായിക്കൊണ്ട് പുറകെ വരികയാണ്, ആ രീതിയിലുള്ള ഒരു തോട്ട് പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഓവറായി ബെഗ് ചെയ്യുന്ന ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ, എസ്പെഷ്യലി ബ്രേക്കപ്പ് ഒക്കെ ആയ ഒരു സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരു പ്രത്യേകിച്ച് ഒരു റീസണോ കാര്യങ്ങളോ പറയാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാത്ത ഒരു കേസിലൊക്കെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരും. അതായത് ഓവറായിട്ട് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. പക്ഷെ ഇങ്ങനെ ഓവറായിട്ട് ബെഗ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ തിരികെ വരാനുള്ള ഒരു സാധ്യത കുറയുകയാണ് അവിടെ ചെയ്യുക. മാത്രമല്ല നിങ്ങളോടുള്ള ഒരു റെസ്പെക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അവരില്ലാതെ ഒരു വ്യക്തിത്വം ഇല്ല, അല്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന രീതിയിലൊക്കെ അവരും തിങ്ക് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു ഓവർ ബെഗ്ഗിങ് അല്ലെങ്കിൽ യാചിക്കുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ചില ആളുകളുടെ കേസിൽ ഓൾറെഡി അവർ ബെഗ് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനിയൊന്നും ചെയ്യാനില്ല, ബിക്കോസ് അത് ഓൾറെഡി സംഭവിച്ചല്ലോ. ഇനി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയാൻ പോകുന്ന സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ബെഗ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, ബെഗ് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമതായി ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സത്യസന്ധമായി 1-2 തവണ നിങ്ങൾ തീർച്ചയായും അപ്പോളജൈസ് ചെയ്യണം എന്നുള്ളതാണ്. അവരോട് ഒരു പെർട്ടിക്കുലർ കാര്യം സംഭവിച്ചു പോയി, അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെ ആണെങ്കിലും അതിനുള്ള ഒരു ക്ഷമാപണം നടത്തുക എന്നുള്ളതാണ്. എന്നാൽ ഇത് തന്നെ റിപ്പീറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അതായത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, അതിന് ഓൾറെഡി സോറി പറഞ്ഞു, പക്ഷെ വീണ്ടും വീണ്ടും ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ സോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്യുന്നത് ഒരു റോങ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടാമതായി സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യം ഇതാണ്. നെക്സ്റ്റ്, മൂന്നാമതായി ഈ രണ്ട് കാര്യവും ചെയ്തു കഴിഞ്ഞിട്ടും
അവർക്ക് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഒന്നുകൂടി ആലോചിക്കാൻ സമയം വേണം എന്ന രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോ കോണ്ടാക്ട് റൂൾ എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ സൈഡ് നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞു, അവരോട് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോറി പറഞ്ഞു കഴിഞ്ഞു, അതുപോലെ തന്നെ ബെഗ് ചെയ്യുന്നില്ല. സോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ധൈര്യമായി നോ കോണ്ടാക്റ്റിലേക്ക് പോവാം. നോ കോണ്ടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണ്ടാക്ട് ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൂർണ്ണമായും കോണ്ടാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇത് ഡിപ്പെൻഡ്സ് ഓൺ കേസ് ആണ്. നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ എന്താണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവിടെ നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യേണ്ടത്. നോ കോണ്ടാക്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പല ആളുകൾക്കുള്ള ഒരു ഫിയർ ആണ്, ഇനി അവർ തിരികെ വരില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് എന്നേക്കുമായി ഇല്ലാതാവുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയർ, ഭയം ചില ആളുകൾക്കെങ്കിലും ഉണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞ 2 സ്റ്റെപ്പും നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാതെയാണ് നോ കോണ്ടാക്റ്റിലേക്ക് പോകുന്നത് എന്നുണ്ടെങ്കിലാണ് ഇവിടെ അങ്ങനെയുള്ള ഒരു ഭയം അത് യാഥാർത്ഥ്യമാവാനുള്ളത് സാധ്യത കാണുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ യാതൊന്നും സംഭവിക്കില്ല. മാത്രമല്ല, നിങ്ങൾ നോ കോണ്ടാക്റ്റിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് ഈ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായും മറ്റുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആവുക എന്നുള്ളതാണ് ഇവിടെ പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയുന്ന കാര്യം. അതൊരു പക്ഷെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കാം, നിങ്ങളുടെ ഇൻട്രസ്റ്റുകൾ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ വർക്ക്, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബിസി ആയിരിക്കുക. സ്വാഭാവികമായിട്ടും വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിനായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് പിന്തുടരുക. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായി നമുക്ക് പ്രയോജനപ്പെടുമെന്ന് ഉറപ്പുള്ള എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കുക. നെക്സ്റ്റ്, സ്റ്റേ ഓൺ പ്രസന്റ് ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ നോ കോണ്ടാക്ട് കൃത്യമായി അപ്ലൈ ചെയ്ത് ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ എൻഗേജ്ഡ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രസന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒന്നുകിൽ പാസ്റ്റിലേക്ക് പോകും അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകും എന്നുള്ളത്. അതായത് ബ്രേക്കപ്പ്, അല്ലെങ്കിൽ നോ പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ, അതും അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് നോക്കുന്ന സമയത്ത് ഇനി അവർ തിരികെ വരുമോ, വരാൻ സാധ്യതയുണ്ടോ, വരില്ലേ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തോട്ട്സ്, ഡൗട്ട്സ് ഒക്കെ മൈൻഡിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനെയൊക്കെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പ്രസന്റിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ നിലവിലെ സാഹചര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സ്വാഭാവികമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാൻ സാധിക്കും. നമ്മുടെ ലൈഫിൽ കുറെ കൂടി നമുക്ക് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ലൈഫിൽ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും, ഒരു ചെറിയ അച്ചീവ്മെന്റ് ആണെങ്കിൽ പോലും അത് സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിൽ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചതാണെങ്കിലും ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുക. ഒരു ഫൺ മൊമെന്റ് ആണെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുക. ഇത്തരത്തിൽ ലൈഫിനെ കുറെ കൂടി ജോയ്ഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇവിടെ സ്വാഭാവികമായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ഇതേ ടൈം, നിങ്ങൾക്ക് കിട്ടിയ അതേ ടൈം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും കിട്ടുന്നുണ്ട്. സോ ആ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ അവർ സോറി പറഞ്ഞതാണല്ലോ, അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അർത്ഥമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവർക്കും അനലൈസ് ചെയ്യാനും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ടൈം കൂടിയാണിത്. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെയധികം ഇൻഡിപെൻഡന്റ് ആണ്, അല്ലെങ്കിൽ ഹാപ്പി ആണ്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ്. ആക്ച്വലി നിങ്ങളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കിന് നിങ്ങൾ ഓൾറെഡി സോറി പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഓവർ ബെഗ് ചെയ്യാതെ, വീണ്ടും വീണ്ടും യാചിക്കാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ ഓവർ ബെഗ് ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ നിരന്തരം ചേസ് ചെയ്തതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പും സേവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ സെൽഫ് ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ട്, നമ്മൾ നമുക്ക് തന്നെ വാല്യൂ നൽകിക്കൊണ്ട്, നമ്മൾ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഏതൊരു റിലേഷൻഷിപ്പും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് മൈൻഡിൽ വെക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ, വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.